നാവ് കൊണ്ട് ഭർത്താവിനെ പിടിച്ചു നിർത്തുന്ന ഭാര്യ, നാവ് കൊണ്ട് ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തുന്ന പെണ്ണ്, നീയാണ് ഒന്നാമത്തെ വിഭാഗമെന്ന് മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ വിഭാഗം നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണ്. ആകെ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു അവയവം അത് നാവാണ്. ഈ നാവിന്റെ മുമ്പിൽ എത്ര വില്ലാളി വീരനാണെങ്കിലും എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും ഭാര്യയുടെ നാവിന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഏത്തയിടും, അതിൽ യാതൊരു സംശയമില്ല. എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിലും കണ്ടിട്ടില്ലേ, പുറത്തിറങ്ങുമ്പോൾ ടെൻഷനായിട്ട് ഏത് ഭർത്താക്കന്മാര് പുറത്തിറങ്ങുന്നു, എപ്പോഴും വല്ലാത്തൊരു പേടിയും അതല്ലെങ്കിൽ വല്ലാത്തൊരു വിഷമത്തോടെ പുറത്തിറങ്ങിയാൽ മനസ്സിലാക്കണം ഭാര്യ നല്ലതുപോലെ പെരുമാറി വിട്ടിട്ടുണ്ട് എന്നുള്ളതിന് അടയാളം. ചിലര് പള്ളിയിൽ വരും, പള്ളിയിൽ വന്ന് ഉസ്താദിന്റെ മണ്ടേ കയറും, ചിലര് വന്ന് മുഖത്തിന്റെ മണ്ടേ കയറും, ചിലര് വന്ന് മുത്താലിമിയുടെ മണ്ടേ കയറും. എന്തുകൊണ്ടെന്നറിയോ? വീട്ടിൽ നിന്ന് ഭാര്യ നല്ലതുപോലെ കൈകാര്യം ചെയ്ത് വിട്ടതിന്റെ അടയാളം. ഭാര്യ വരച്ചിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഭർത്താക്കന്മാരെ അനങ്ങൂല. എന്റെ സഹോദരിമാരെ ഞാൻ പറയുകയാണ്, ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിച്ചാൽ കഷ്ടപ്പെടുന്ന ഭർത്താവ്, നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവ്, ആ ഭർത്താവിന്റെ തലമണ്ട പഴുത്തിട്ട് അത് തന്റെ മൂക്കിന്റെ ദ്വാരത്തിലൂടെ, മൂക്കിന്റെ 2 ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചലമൊഴുകുമ്പോ നീ നിന്റെ നാവ് കൊണ്ട് അത് ഒപ്പിയെടുത്തു കൊടുത്താലും നിന്റെ ഭർത്താവിനോടുള്ള കടമ നീ നിർവഹിച്ചവളാകില്ല എന്ന് പഠിപ്പിച്ച ഹബീബായ പ്രിയപ്പെട്ട പ്രവാചകൻ പറയുകയാണ്, നീ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട, സ്നേഹിക്കേണ്ട നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ്. ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ സഭ്യതയില്ലാത്ത വാക്ക് പറഞ്ഞാൽ, അസഭ്യം ചൊരിഞ്ഞാൽ, നീ അശ്ലീല ചുവയുള്ള വാക്ക് പറഞ്ഞാൽ, ആദരിക്കാതെ ബഹുമാനിക്കാതെയുള്ള വാക്കുകൾ പറഞ്ഞാൽ നീ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടു. സഹോദരിമാര് പറയും, ഉസ്താദേ ഇനി 3 എണ്ണം പറയണ്ട, അൽഹംദുലില്ലാഹ് നരകത്തിൽ പോകാൻ പറ്റുന്ന രീതിയിൽ കൂടി ഞാൻ ആയിരിക്കുകയാണ്, ഇനി 3 എണ്ണം പറയണമെന്നില്ല. ചില ഭർത്താക്കന്മാര് പറയും, അങ്ങനെ വാള് പറഞ്ഞു കൊടുക്കും മുസ്ലിയാരെ, ഇന്നെങ്കിലും സന്തോഷമായിട്ട് കിടന്നു. ഭാര്യമാർ അങ്ങനെ. ആദ്യമായിട്ട് എന്റെ സഹോദരിമാരോട് പറയാം, അള്ളാഹുവിന്റെ റസൂൽ മെഹറാജിന്റെ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഹബീബായ പ്രിയപ്പെട്ട പ്രവാചകന് കണ്ട ഒന്നാമത്തെ വിഭാഗം നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണെങ്കിൽ എന്റെ സഹോദരിമാരെ, ചോദിക്കാനും പറയാനും ആളുള്ളവരാണ് ഭർത്താക്കന്മാര്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ദുനിയാവിലുള്ള ആദ്യത്തെ കുഴപ്പം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളുടെ മക്കളെ ഉപ്പയായിരിക്കും, നിങ്ങളുടെ ഭർത്താവായിരിക്കും, നിങ്ങളോട് വലിയ സ്നേഹമുള്ളവരായിരിക്കും. ഇതെന്തേ ഇത്ര ഉസ്താദുമാർക്കും മൊയ്ലാക്കന്മാർക്കൊക്കെ ഇത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ സഹോദരി, ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ സഭ്യതയില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ, അവന് വിഷമം വരുന്നൊരു വാക്ക് പറഞ്ഞാൽ, ചോദിക്കാനും പറയാനും നിന്റെ ഭർത്താവിന് ആളുകളുണ്ട്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കത് പറയാൻ പറ്റൂല. കാരണം എന്താ? നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറയാൻ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് പറഞ്ഞാൽ അവൾ പറയുന്നത് എന്തായിരിക്കും? ചുമ്മാതല്ല, കുറച്ചു നാൾ കൊണ്ട് മൊബൈലിൽ കോൾ വരുമ്പോൾ കൊണ്ട് ഓടുന്നത്. ചോദിക്കാനും പറയാനും ആളൊക്കെ ആയി തുടങ്ങിയല്ലേ എന്ന് ഭർത്താവിനോട് ഭാര്യ ചോദിക്കും. ചോദിക്കാനും പറയാനും ആരാ ഉള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ ഭർത്താവിന് വിഷമമുള്ള ഒരു കാര്യം നീ പറഞ്ഞാൽ, നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അവന് വേദനയുള്ള പ്രയാസപ്പെടുന്ന ഒരു വാക്ക് നീ പറഞ്ഞാൽ, അല്ലാഹു തആല നാളെ നിന്റെ ഭർത്താവിന് കൊടുക്കുന്ന ഹൂർലീങ്ങളിൽപ്പെട്ട പെണ്ണുണ്ടല്ലോ എന്റെ സഹോദരിമാരെ, നിന്റെ ഭർത്താവിന് നാളെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന ഹൂറാനികളിൽപ്പെട്ട ഒരു പെണ്ണ്, ആ സ്ത്രീ അല്ലാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ ജീവിക്കുന്ന, അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗ്ഗത്തിൽ താമസിക്കുന്ന നിന്റെ ഭർത്താവിന് അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള സുന്ദരി ഉണ്ടല്ലോ, നിങ്ങളെ പോലെ സൗന്ദര്യമല്ല എന്റെ സഹോദരിമാരെ, ദുനിയാവിലെ സ്ത്രീകളെ പോലെയല്ല. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ സൗന്ദര്യം എത്രയോ വലുതാണ്. ഓ സ്ത്രീകളിൽപ്പെട്ട ഒരു ഹൂറാനികളായ പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീ വന്നുകൊണ്ട് നിന്റെ ഭർത്താവിനെ ഉപദ്രവിക്കുമ്പോ, നാവുകൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുമ്പോ നിന്നോട് പറയുന്നത് എന്തെന്നറിയോല, തുദീഹി കാതലകില്ല, ലാ തുദീഹി കാതലകില്ല. പെണ്ണേ, നിന്റെ ഭർത്താവിനെ നീ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ, നിന്റെ ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ. എന്തുകൊണ്ടെന്നറിയോ? ഫഇന്നമാ ഹുവ ഇൻദകി ദഖീൽ. കുറച്ചു നാള് നിന്റെ അടുക്കൽ ജീവിക്കാൻ വന്നവനാണ് അവര്, അത് കഴിഞ്ഞാലും മടങ്ങി ഞങ്ങളിലേക്ക് വരേണ്ടവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ തൊട്ടുപോകരുത്, മിണ്ടി പോകരുത്, അവനെ വിഷമിക്കുന്ന കാര്യങ്ങൾ പറയല്ലേ. ഖാതലകില്ല,
നിന്നെ വെറുതെ വിടൂല, പടച്ചതമ്പുരാൻ നിന്നെ വെറുതെ വിടൂല. അതുകൊണ്ട് നീ വേദനിപ്പിക്കല്ലേ, പ്രയാസപ്പെടുത്തല്ലേ എന്നോ ഓരോ ദിവസം നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ടന് വിഷമത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ എന്റെ പെങ്ങള് അല്ലാഹുവിന്റെ സുഖലോലഭ സ്വർഗത്തിൽ നിന്ന് ആ സ്വർഗീയ സ്ത്രീകളിൽപ്പെട്ട നിന്റെ ഭർത്താവിന് അല്ലാഹു തയ്യാറാക്കിയിട്ടുള്ള സുന്ദരിയായ സുമുഖിയായ പെണ്ണ് നിന്നോട് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, ഒന്നാമത് ഖുറാനികളായ സ്ത്രീകൾ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. നിന്നെ അല്ലാഹു വെറുതെ വിടൂല പെണ്ണേ, നീ തൊട്ടുപോകരുത് നിന്റെ ഭർത്താവിനെ. അത് കഴിഞ്ഞാൽ നീ മരണപ്പെട്ടു പോയി, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂലരാ മദീനത്തെ പള്ളിയുടെ തൊട്ടു താഴെയുള്ള മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്തുള്ള റസൂലുള്ളാഹിന്റെ വീടിന്റെ ഉള്ളറകളിൽ ഇരുന്ന് ഒറ്റയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. അലിയാർ തങ്ങളെ കൈപിടിച്ചുകൊണ്ട് ഫാത്തിമ റസൂലുള്ളാഹിയെ കാണാൻ പോവുകയാണ്. നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന ഫാത്തിമ നോക്കുമ്പോൾ കാണുന്നതെന്താ? അല്ലാഹുവിന്റെ റസൂലരാ പൊട്ടി പൊട്ടി കരയുകയാണ്. ഹബീബായ നബി തങ്ങൾ പൊട്ടി പൊട്ടി കരയുന്ന കാഴ്ച കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി ചോദിക്കുകയാണ്, യാ അബി യാ സയ്യിദി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേയും കരയുന്നത് ആരാ? നിങ്ങളെ കരയിപ്പിച്ചത്? എന്തോർത്തിട്ടാ നബിയെ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഫാത്തിമയോട് പറയുന്നു, ഫാത്തിമ, ഞാൻ നരകം കണ്ട ആ രാത്രിയില്, നരകം കണ്ടുപോയ രാത്രിയില് ഒരു പെണ്ണിനെ അല്ലാഹു പീഡിപ്പിക്കുന്ന രംഗം കണ്ടപ്പോ മാലാഖമാര് ആ പെണ്ണിനോട് കാണിക്കുന്ന പീഡനങ്ങൾ കണ്ടപ്പോ ഫബകൈതു യാ ഫാത്തിമ, ഞാൻ അതുകൊണ്ടാണ് കരഞ്ഞു പോകരുതെന്ന് പറയുമ്പോ എന്റെ ഭർത്താക്കന്മാരായ സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭാര്യയ്ക്കൊരു രോഗം വരുന്നത് സഹിക്കാൻ നിങ്ങൾക്ക് കഴിയൂല, നിങ്ങളുടെ ഭാര്യയ്ക്കൊരു തലവേദന വന്നാൽ നിങ്ങൾക്ക് സഹിക്കൂലല്ലോ. എത്രയോ ഭാര്യമാരെയാ ഭർത്താക്കന്മാര് പൊന്നുപോലെ നോക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം പ്രഭാഷണം നടത്തുന്ന വേദിയിൽ എത്രയോ വർഷമായി, 8ഓളം വർഷമായി ഭാര്യയ്ക്ക് ക്യാൻസറാ. ആ പ്രിയപ്പെട്ട ഭർത്താവെന്ന പ്രിയപ്പെട്ട സഹോദരന്റെ പ്രിയപ്പെട്ടവരെ ആ ഭാര്യയെ പൊന്നുപോലെയാ നോക്കുന്നത്. ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിലും ഭർത്താവ് വേണം, ആഹാരം കൊടുക്കണമെങ്കിലും ഭർത്താവ് വേണം. എന്തിനും ഭർത്താവില്ലാതെ കഴിയാത്ത അവസ്ഥയില് ആ സഹോദരനെ സഹോദരിയെ കളഞ്ഞില്ലല്ലോ, ആ ഭർത്താവ് ഭാര്യയെ കളഞ്ഞില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യമാർക്കൊരു രോഗം വന്നാ സഹിക്കാത്ത ഭർത്താക്കന്മാര് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവളല്ലേ, ഞാനങ്ങ് സഹിച്ചോളാം, ഞാനങ്ങ് സഹിച്ചോളാമെന്ന് പറയല്ലേ. നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തേക്ക്. എന്റെ സഹോദരിമാരോട് പറയട്ടെ, നിസ്സാരമായ ഒരു വാക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ മിറാജിന്റെ യാത്രയിൽ നരകത്തെ കാണുമ്പോ ആ ഒരു പെണ്ണിനെ അല്ലാഹു ശിക്ഷിക്കുന്ന ശിക്ഷ കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓർത്തോർത്ത് കരഞ്ഞു പോയെങ്കിൽ ഫാത്തിമ ബീവി ചോദിക്കുകയാ, നബിയേ, എങ്ങനെയാണ് ആ പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടത്? എങ്ങനെയാ പെണ്ണ് ശിക്ഷിക്കപ്പെടുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫാത്തിമ, റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിലിസാനിഹാ, ഓ പെണ്ണിന്റെ നാവിനെ അല്ലാഹു തആല പിടിച്ചു വലിച്ചു നീട്ടി വെച്ചിരിക്കുകയാണ്. എത്ര മുഴമെന്നറിയോ? ഇന്നത്തെ നാവിന്റെ നീളമല്ല, നരകത്തിലെങ്ങാനെ കടന്നു പോയാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, 70 ദിറാഅ, ഒരു പെണ്ണിന്റെ നാവിന്റെ നീളം 70 മുഴമാണ്. സുബ്ഹാനല്ലാഹ്, ഈ 70 മുഴമുള്ള നാവിനെ അല്ലാഹു പിടിച്ചു നീട്ടിയിട്ട് അതാ അടുത്ത് കാണുന്ന തീയിനാലുള്ള ഒരു തൂണിൽ ബന്ധിച്ചിരിക്കുകയാ. ആ നാവിനെ പിടിച്ചു വലിച്ചു വലിച്ചു വലിച്ചല്ല നീട്ടിയിട്ട് അടുത്തുള്ള തൂണിൽ നീ തീയിനാൽ നിർമ്മിക്കപ്പെട്ട ആ തൂണിലരാ പിടിച്ച് ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോളെ ഫാത്തിമ, ഞാൻ നോക്കുമ്പോൾ
അവളുടെ രണ്ട് കൈയും അല്ലാഹു പിടിച്ച് പുറകിലോട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ആ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കന്റെ പെങ്ങളെ. രണ്ട് കൈയും അല്ലാഹു പിടിച്ച് പുറകിൽ കെട്ടിവെച്ചിരിക്കുന്നു. നാവിനെ അടുത്തുള്ള തീനാലുള്ള തൂണില് അല്ലാഹു ബന്ധിച്ചു വെച്ചിരിക്കുമ്പോൾ മാലാഖമാരെ കടന്നു വരികയാണ്. ഓ മാലാഖമാര് എന്താണ് ചെയ്യുന്നതെന്നറിയോ? ഇവളുടെ വാ പിടിച്ച് പിളർത്തിയിട്ട്, അവളുടെ വാ അല്ലാഹുവിന്റെ മാലാഖമാര് പിടിച്ച് പിളർത്തിയിട്ട് ആ വായിൽ വൽ ഖുത്റാനു യുസബ്ബു ഫീ ഹൽഖിഹാ, ചൂട് ടാറിനെ ഉരുക്കി ഉരുക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇന്നെന്റെ സഹോദരങ്ങളെ, നാഷണൽ ഹൈവേയിൽ ഉരുക്കി ഒഴിക്കുന്ന ടാറിന്റെ കഥയല്ല, നരകത്തിന്റെ ടാറിന്റെ കഥയാണ് പറയുന്നത്. എന്തോരു ചൂടാണ് എന്റെ സഹോദരങ്ങളെ, ചിന്തിക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സിലൊരു മനക്കോട്ട കൂട്ടാൻ കഴിയില്ല. അവളുടെ കൈ പിടിച്ച് പുറകിൽ കെട്ടിവെച്ചിട്ട്, നാവ് പിടിച്ച് ബന്ധിച്ചു വെച്ചിട്ട്, അവളുടെ വായിലെ കണ്ണാക്കിലെ കഥ ചൂട് ടാർ ഒരുക്കി അല്ലാഹു ഒഴിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഞാൻ പെണ്ണിലേക്ക് നോക്കിയപ്പോ ഫാത്തിമ അവൾക്കൊന്ന് നിലവിളിക്കാൻ കഴിയുന്നില്ല, നാവില്ല, കൈ കൊണ്ടൊന്ന് തട്ടിക്കളയാൻ കഴിയുന്നില്ല, കൈ രണ്ടും പിടിച്ചല്ല പുറകിൽ കെട്ടിവെച്ചിരിക്കുകയാ. ഇത്രത്തോളം ഭീകരമായ ശിക്ഷ ഏറ്റുവാങ്ങുന്ന പെണ്ണിന് ഞാൻ കണ്ടു ഫാത്തിമ, ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി ഫാത്തിമ ബീവിയോട് പറയുമ്പോൾ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, എന്ത് തെറ്റാണ് പെണ്ണ് ചെയ്തത്, എന്ത് തിന്മയാണ് ആ പെണ്ണ് പ്രവർത്തിച്ചതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ഫാത്തിമ എന്ന പൊന്നുമോളോട് പറഞ്ഞതെന്തെന്നറിയോ? അതേ, ദുനിയാവിലെ നിങ്ങളുടെ നേതാവുണ്ടല്ലോ, നാളെ പരലോകത്തെ നിങ്ങളുടെ നേതാവുണ്ടല്ലോ, ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത്രത്തോളം ശിക്ഷിക്കപ്പെടുന്ന പെണ്ണ് നിസ്കരിക്കാത്ത പെണ്ണല്ല, സീരിയൽ കാണുന്ന പെണ്ണല്ല. ആ പെണ്ണ് ആരാണെന്നറിയോ? സ്വന്തം ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്, ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്. അല്ലാഹുവിന്റെ പടച്ച തമ്പുരാന്റെ നരകത്തിൽ ഇത്രത്തോളം ഭീകരമായ രീതിയിൽ ആ പെണ്ണ് ശിക്ഷിക്കപ്പെടുമ്പോ എന്റെ പെങ്ങന്മാരെ, നിങ്ങൾക്ക് കഴിയോ? നിങ്ങൾക്ക് സഹിക്കാൻ നിങ്ങൾക്ക് കഴിയോ? എന്ത് തെറ്റാ പെണ്ണ് ചെയ്തു പോകരുത്. ഭർത്താവിനോട് സഭ്യതയില്ലാത്തൊരു വാക്കാണ് മിണ്ടി പോകരുത്. അതുകൊണ്ട് ഈ പാതിരാത്രി പ്രതിജ്ഞ എടുക്കോ എന്റെ പെങ്ങള്, എന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയില്ല. എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. അങ്ങനെ ഏതായിരുന്നാലും ഇന്ന് ഭാര്യയുടെ വീട്ടുകാർ ഭർത്താവിന്റെ വീട്ടുകാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാതിരുന്നാൽ ആ ഭാര്യ നൊന്തുപെറ്റ മക്കളുടെ മുമ്പിലിട്ട് ആ ഭാര്യ പലക്കടിച്ചു കൊല്ലുന്ന കാപാലികരല്ലേ ചെറുപ്പക്കാരെ. എത്രയോ സ്ഥലങ്ങളിലാണ് അവസാന പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോൾ പെണ്ണുമറി മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണിനെ വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോയാൽ അവസാന രണ്ടെണ്ണം പ്രസവിക്കുമ്പോൾ അവളുടെ മുഞ്ചു കുറയുമ്പോൾ, അവളുടെ സൗന്ദര്യം ഒന്ന് കുറഞ്ഞു പോകുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാനുള്ളത് വാങ്ങിക്കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് നിരന്തരമായി ഭാര്യയെ ബുദ്ധിമുട്ടിക്കുന്ന ഭർത്താക്കന്മാരില്ലേ എന്റെ സഹോദരങ്ങളെ? അവസാനം കൊണ്ടുവരാതിരിക്കുന്ന സന്ദർഭത്തിൽ പിഞ്ചോമനം മക്കളുടെ മുമ്പിലിട്ട് ആ മാതാവിനെ പീസ് പീസാക്കി കൊന്നുകളഞ്ഞ എത്രയോ ചരിത്രങ്ങളായ എന്റെ പ്രിയപ്പെട്ടവരെ പത്രത്തിലൂടെ നമ്മൾ വായിച്ചത്. എന്നാൽ ഇത് മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ നൂറ്റാണ്ട് 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഒരു പുരുഷ പീഡനത്തെ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അറിയേണ്ട ഉസ്താദേ, പുരുഷ പീഡനം എവിടെയാണ്? എന്റെ സഹോദരങ്ങളെ, പലരുടെയും വീടിന്റെ ഉള്ളറകളില് 4 മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന പീഡനമാണ് പുറത്തു പറയാൻ മടിക്കുന്നത്. ഒരു മഹല്ല് കമ്മിറ്റിക്കാരുടെ കമ്മിറ്റി ഓഫീസിൽ ഇന്ന് വരെയും ഇങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല, ഇന്ന് വരെയും ഇങ്ങനെയുള്ള പരാതി വന്നിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? പുറത്തിറങ്ങി നടക്കാനുള്ള മാനക്കേട് കരുതിയിട്ട് ഭർത്താക്കന്മാര് കടിച്ചിറക്കി കഴിയുന്നതാ, അവർ സഹിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ നൂറ്റാണ്ട് 14 മുമ്പ് ഒരു പുരുഷ പീഡനത്തെ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലൗകാന ജമീഉ മാ ഫിൽ അർളി റഹബൻ വഫില്ലാഹ്. ഒരു പെണ്ണ് അവളുടെ വീട്ടിലുള്ള സർവ്വ സ്വത്തുക്കളും സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ അവളുടെ സ്വത്ത് മുഴുവനും ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞ പാവപ്പെട്ട ഭർത്താവ്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യമില്ലാതിരുന്ന ഭർത്താവിന്റെ സ്വഭാവം കണ്ടിട്ട് ഒരു പെണ്ണിനെ വാപ്പ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി സർവ്വ
സ്വത്തുമാകിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോയി. ജീവിതത്തിൽ ഏതോ ഒരു നിമിഷത്തിലും മക്കൾക്ക് ഡൊണേഷൻ കൊടുക്കുന്ന വിഷയമാകട്ടെ, ഏത് വിഷയമാകട്ടെ, പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഫഖർ നടിച്ചു, അന്തസ് നടിച്ചു. മന്നംദാ ഇന്നമൽ മാലുലി വലാ മാലലക, നീ ആരാണ്, നിനക്കൊന്നുമില്ലായിരുന്നല്ലോ, നീ സുഖിക്കുന്ന എല്ലാ സുഖവും എന്റെ ഉപ്പ നൽകിയതല്ലേ, ഇന്ന് നിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ചന്റെ ഉപ്പ നൽകിയതല്ലേ, ഇന്ന് നീ യാത്ര ചെയ്യുന്ന വാഹനം എന്റെ ഉപ്പ നൽകിയതല്ലേ, അതുപോലെ ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ സ്വത്തും എന്റെ പിതാവ് കഷ്ടപ്പെട്ട് നിനക്ക് തന്നതല്ലേ. കയറി വരുമ്പോൾ ഒരു നയാ പൈസ എടുക്കാൻ നിന്റെ കയ്യിൽ ഇല്ലായിരുന്നല്ലോ. ഇന്നൊരു പെണ്ണ് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പാവപ്പെട്ടവനാണ്. നിന്റെ പ്രിയപ്പെട്ട പിതാവ് നിന്റെ ഭർത്താവിന്റെ കൈവെള്ളയിൽ വെച്ച് കൊടുക്കുമ്പോ അവന്റെ സ്വഭാവം കണ്ട്, ദീന് കണ്ടിട്ടാ കൊടുത്തത്, അവന്റെ സമ്പത്ത് കണ്ടിട്ടല്ല. ആ ഒരു സാഹചര്യത്തിൽ പാവപ്പെട്ട നിന്റെ ഭർത്താവ് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നിന്നോട് പൈസ ചോദിക്കുമ്പോ ഇതിന്റെ പേരിൽ ഭർത്താവിനെ നീ ശകാരിച്ച, പൈസ ഇല്ലാത്തവനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു കഴിഞ്ഞ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന അഹ്ബത്തല്ലാഹു അമലഹാ വലൗ കാന കസീറാ, അവൾ എത്ര വലിയ ഇബാദത്തുള്ളവളാണെങ്കിലും അവളുടെ അമലുകളെ അല്ലാഹു പൊളിച്ചു കളയും. ഒരുപാട് നിസ്കരിച്ചവളാണ്, ഒരുപാട് തഹജ്ജുദ് നിസ്കരിച്ചവളാണ്, ഒരുപാട് ളുഹാ നിസ്കരിച്ചവളാണ്, അവളുടെ ജീവിതത്തിൽ ഒരുപാട് ഇബാദത്തുകൾ അവൾ എടുത്തു. പക്ഷേ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു വേള പറഞ്ഞു, ഇന്നമൽ മാലുലി വലാ മാലലക, താൻ ആടാ, നിങ്ങൾ ഒന്നും കൊണ്ടല്ലല്ലോ വന്നത്, എല്ലാം എന്റെ ഉപ്പ ഉണ്ടാക്കിയിട്ടതല്ലേ, അതിൽ വന്ന് നിങ്ങൾ അനുഭവിക്കുകയല്ലേ, അതെല്ലാം നിങ്ങളുടെ പേരിൽ അങ്ങോട്ട് പ്രമാണം ചെയ്ത് തന്നില്ലേ എന്നൊരു ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മക്കൾക്ക് ഡൊണേഷൻ കൊടുക്കുന്ന വിഷയത്തിലാകട്ടെ, ഏത് വിഷയത്തിലാകട്ടെ, ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ, വലത്തെ കയ്യിൽ തസ്ബീഹും ഇടത്തെ കയ്യിൽ ഖുർആനുമായി ഇരുന്നിട്ട് കാര്യമില്ല സഹോദരി, എന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് മോശമായിട്ടൊന്നും പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു നിന്റെ അമലുകൾ മുഴുവനും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, നാവ് കൊണ്ടുള്ള പീഡനം അവസാനിപ്പിക്കാൻ. ഒന്നാമത്തെ വിഭാഗം അതാണ്. രണ്ടാമത്തെ വിഭാഗം ഏതാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് രണ്ടാമത്തെ വിഭാഗം. ഒന്നാമത്തെ വിഭാഗം പറഞ്ഞു ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്. രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഇംറഅത്തുൻ ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാൽ വതഖ്റുജു മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ. രണ്ടാമത്തെ വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂൽ എന്നുമ്പോൾ അവൾക്ക് രണ്ട് സ്വഭാവമാണ്. ഒന്നാമത്തെ സ്വഭാവം ഏതെന്നറിയോ? അവൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവളുടെ ശരീരത്തെ പ്രദർശിപ്പിക്കുന്നവളാ. മരാമ പെണ്ണിനെ പോലെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ഫാഷൻ പരേഡ് നടത്തുന്ന പെണ്ണാ. ശരീരത്തിന്റെ എല്ലാ ഭാഗവും പുറത്തു വെച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന പെണ്ണേ, നീ നരകത്തിലാണ്, സംശയമില്ല, നരകത്തിലാ. എന്റെ സഹോദരിമാരെ, രണ്ടാമത്തെ സ്വഭാവം അല്ലാഹു ഈ രണ്ടാമത്തെ വിഭാഗ സ്ത്രീക്ക് പറഞ്ഞത് തഖ്റുജു മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട് വിട്ട് പുറത്തു പോകുന്നവളാ. ഭർത്താവ് അറിയുന്നില്ല എവിടെയാണ് പോകുന്നത്. അത് അയൽക്കൂട്ടത്തിനാകട്ടെ, തൊഴിലുറപ്പിന്റെ പണിക്കാകട്ടെ, അത് എവിടെയാകട്ടെ എന്റെ സഹോദരിമാരെ, നിന്നെ പോറ്റി വളർത്തുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സൗദിയിലാകട്ടെ, മസ്കറ്റിലാകട്ടെ, കുവൈറ്റിലാകട്ടെ, അബുദാബിയിലാകട്ടെ, ദുബായിലാകട്ടെ, ഷാർജയിലാകട്ടെ, എവിടെയാകട്ടെ, ആ ഭർത്താവ് നാട്ടിലില്ലെങ്കിലും ഉണ്ടെങ്കിലും ശരി തന്നെ അവന്റെ അനുവാദമില്ലാതെ പുറത്തു പോകല്ലേ. നിങ്ങൾ പറയും ഉസ്താദേ, ആഴ്ചയിൽ ഒരു ദിവസമാണ് മൂപ്പിലെ വിളിക്കുന്നത്, എന്നാൽ ആ ആഴ്ച ചോദിച്ചു വെച്ചോ, ഇല്ലെങ്കിൽ എന്തിനാ പോകുന്നത്? എന്റെ സഹോദരി, പോകാൻ പാടില്ല. ഭർത്താവിനെ ആദരിക്കേണ്ടവനല്ലേ, ഭർത്താവ് ആദരിക്കപ്പെടേണ്ടവനാ. അവന്റെ അനുവാദമില്ലാതെ പുറത്തു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത്തെ വിഭാഗത്തെ പറഞ്ഞത് അവൾ അനുവാദമില്ലാതെ പുറത്തു പോവുകയും ശരീരം മറക്കാത്ത പെണ്ണാ. എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഇന്ന് ഡൽഹിയിൽ പോലും സ്വതന്ത്രാനന്തര ഭാരതം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഡൽഹിയിൽ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിനെ കാമകസ്വലന്മാര് 7ഓളം വരുന്ന ചെറുപ്പക്കാർ ആ പെണ്ണിനെ
ചുട്ടരിക്കുമ്പോൾ കൊന്നുകളയുമ്പോ എന്റെ സഹോദരങ്ങള് പാറി പറക്കുന്ന പ്രാഗപ്പിന് പറവയുടെ ചിറകറ്റു വീണ് മരിച്ചുപോയ പേരറിഞ്ഞുകൂടാത്ത എല്ലാ രാജ്യത്തിന്റെ മുമ്പിലും ഈ ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കി വെച്ച ചൈനീസ് മന്ത്രാലയം പോലും ചൈനീസ് യുവതികളോട് പറഞ്ഞത്, ഇന്ത്യയിൽ വന്ന ചൈനീസ് യുവതികളോട് ചൈനീസ് മന്ത്രാലയം പറഞ്ഞത്, പൊന്നുമക്കളെ ഇന്ത്യ എന്ന് പറയുന്ന ബലാത്സംഗത്തിന് പേര് കേട്ട നാടാ, അതുകൊണ്ട് സൂക്ഷിച്ച് ഡൽഹിയിലൂടെ നടക്കണേ, നിങ്ങളുടെ മാനവും കൊണ്ട് തിരിച്ചു വരണേ എന്ന് ചൈനീസ് മന്ത്രാലയം ചൈനീസ് യുവതികളെ ഇന്ത്യയിലുള്ള യുവതികളോട് പറഞ്ഞെന്ന് പത്രത്തിൽ വാങ്ങിച്ചെങ്കിൽ ലോകത്തെ നാണം കെട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനെന്ന് പറയട്ടെ, ആ പാവപ്പെട്ട സഹോദരിയെ ക്രൂരമാകിട്ട് കൊന്നു കളഞ്ഞ ഈ കാപാലികന്മാരെ എന്ത് ചെയ്താലും പ്രശ്നമല്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാകണം, അതിന്റെ പേരിൽ വഴിയോരങ്ങളിൽ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റിന്റെ ശൃംഖലയിൽ വന്ന പെണ്ണുങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമെങ്ങനാ എന്റെ സഹോദരിമാര് കണ്ടില്ലേ? ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോ ഏത് പുരുഷനാ ഒന്ന് നോക്കാട്ടത്, ഏത് പുരുഷനാ പെണ്ണിനെ കയറി പിടിക്കാട്ടത്? ഈ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ കൊണ്ട് എന്നാലും മറഞ്ഞോ ഇല്ല. ഈ രീതിയിൽ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയ അള്ളാന്റെ റസൂല് പറയുന്നു, പെണ്ണേ നരകത്തിലാ സംശയമില്ല. അള്ളാന്റെ സ്വർഗം നിനക്ക് നിഷിദ്ധമാ, അള്ളാന്റെ സ്വർഗത്തിന്റെ പരിമളം നിനക്ക് നിഷിദ്ധമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞിരുന്നാ, ഞാനൊരു വിഭാഗത്തെ കാണാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിലോ ആ വിഭാഗം ഏതെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞ ലമ്മറഹുമാ ഞാൻ കണ്ടിട്ടില്ല, അതല്ലെങ്കിൽ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ഏതെന്നറിയോ? നിസാഉനർ, എന്റെ സഹോദരിമാരെ നിങ്ങളാണ്. കാസിയാത്തുൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആര്യ അവര് പരിപൂർണ്ണ നഗ്നരാ. എന്റെ സഹോദരങ്ങളെ കണ്ടിട്ടില്ലേ? കടയിലെ അലമാരയിൽ പലകാരം ചുട്ടുവെച്ചിരിക്കുന്നത് പോലെ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? പക്ഷേ ശരീരഭാഗങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ടോ പുറത്തൂടെ ഇറങ്ങി നടക്കുമ്പോ, മാർക്കറ്റിലൂടെ ചാനം ചെറിഞ്ഞും നടക്കുമ്പോൾ എന്റെ ഉമ്മ അള്ളാന്റെ റസൂല് പറഞ്ഞത്, അതുവഴി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ വികാരം ഇളക്കി വിടുമാറ് നീ ശരീരം തുറന്നിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞ പൊങ്ങളെ നീ വ്യഭിചാരിണിയാണ്. മാത്രമല്ല നിന്നെ അള്ളാന്റെ റസൂല് കാണാതിരിക്കട്ടെ എന്ന് ദുആരുന്നു. പരിശുദ്ധമായ റൗളയിൽ ചെന്നിട്ട് സായൂജ്യം നിറയട്ടെ. മദീനയുടെ മണവാളൻ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗളാ ശരീഫിന്റെ മുമ്പിൽ പർദ ധരിച്ച് തസ്ബീഹുമായിട്ട് സോക്സ് ധരിച്ചിട്ട് കയ്യുറ ധരിച്ചിട്ട് മഫ്ത ധരിച്ചിട്ട് എന്റെ പെങ്ങളെ റൗളാ ശരീഫിന്റെ മുമ്പിൽ പോയി നല്ലതുപോലെ പൊട്ടിക്കരഞ്ഞ് സലാം പറഞ്ഞിട്ട് തിരിച്ച് നീ കരിപ്പൂര് വന്നാൽ നെടുമ്പാശ്ശേരിയിൽ വന്ന തിരുവനന്തപുരത്ത് വന്നിറങ്ങിയാൽ എന്റെ മോളെ നിന്റെ വീട്ടിലോട്ട് വരുന്നത് പിന്നെങ്ങനാ? മദാമ പെണ്ണിനെ പോലെ ലജ്ജിപ്പിക്കുന്ന രീതിയില് പാശ്ചാത്യ പെങ്ങൾ അടിവസ്ത്രമായി ഉപയോഗിക്കുന്നത് മേൽവസ്ത്രമാക്കിക്കൊണ്ട് ധരിച്ചു നടക്കുമ്പോ സഭ്യതയില്ലാത്ത വാക്ക് പറഞ്ഞു എന്നാരും ചിന്തിക്കല്ലേ എന്ന് സഹോദരിമാരെ പോക്ക് വല്ലാത്ത പോക്കാ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നീ സലാം പറഞ്ഞ പൊന്നാര നബിയില്ലേ, നിന്നെ കാണാതിരിക്കട്ടെ എന്ന് ദ്വാരെന്നെങ്കില് എന്റെ പൊന്നുമോളെ തീർന്നില്ല. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നോക്കിയവനെ അള്ളാഹു ശപിക്കുന്നു, നോക്കപ്പെട്ടവളെയും അള്ളാഹു ശപിക്കുകയാണ്. വസ്ത്രം മാന്യമായി ധരിക്കാതെ പുറത്തിറങ്ങുമ്പോൾ നാണക്കേടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിറങ്ങിയാൽ ചെറുപ്പക്കാരിങ്ങനെ നിന്നെ നോക്കി നിൽക്കും, വായി നോക്കി നിൽക്കും. അതാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞു, ലോകം അവസാനിക്കുമ്പോൾ കുറെ ചെറുപ്പക്കാർ വരും, അവരുടെ ഖിബില എന്ന് പറഞ്ഞാൽ അവരുടെ ഖിബില, അവരുടെ കേന്ദ്രം ആരായിരിക്കുമെന്നറിയോ? നിസാഉഹും നബി മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാര് വായി നോക്കി നിൽക്കുന്ന പെണ്ണിലേക്കാ നോക്കി നിൽക്കുക. ഈ ഒരു സാഹചര്യം അതിനാരാ കാരണക്കാര്? സഹോദരിമാരെ നിങ്ങളെ തൊട്ടാൽ ലോകമുടങ്ങും, നിങ്ങളെ തൊട്ടാൽ